ദല്ലാളുമായി ബന്ധമുണ്ട് എന്ന് പാർട്ടി തന്നെ സമ്മതിക്കുന്നതിലൂടെയും ദല്ലാളിന്റെ മൊബൈൽ ഫോൺ നമ്പർ പോലും ബ്ലോക്ക് ചെയ്യണമെന്ന് ഇപിയിലൂടെ ആവശ്യപ്പെടുന്നതിലൂടെയും ഈ ദല്ലാൾ ബന്ധം അരക്കെട്ടുറപ്പിക്കുകയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ദല്ലാളുമായി ചേർന്ന് എന്തെല്ലാം കാര്യങ്ങൾ ഇപി ഇവിടെ നടത്തിയിട്ടുണ്ടാവും, എന്തെല്ലാം വഴിവിട്ട സഹായങ്ങൾ ഈ ദല്ലാളിന് നൽകിയിട്ടുണ്ടാവും. മന്ത്രിയായിട്ടുള്ളയാളാണല്ലോ ഇപി ജയരാജൻ. അപ്പോൾ ഇത് ചില്ലറ കാര്യമല്ല. നിങ്ങൾ പറയുന്നത് പോലെ ഒരു സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വെളുപ്പിച്ചെടുക്കാവുന്ന ഒന്നല്ല ഇപിയും ദല്ലാളുമായിട്ടുള്ള ബന്ധം. ഇങ്ങനെയല്ലായിരുന്നു ചെയ്യേണ്ടത്. ഇതിനകത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ഒരു വിഷയം സംസാരിക്കുമ്പോൾ. ആദ്യമേ നമ്മൾ നോക്കേണ്ടുന്നത് ഏതൊക്കെ വ്യക്തികളാണ്, ആർക്കൊക്കെ എതിരെയാണ്, ഇതെങ്ങനെയാണ് ഇതൊരു കോൺസ്പിറസി എന്ന് തന്നെ പറയാം. ഈ ഒരു കോൺസ്പിറസി എങ്ങനെയാണ് ഉണ്ടായി വരുന്നതെന്നുള്ള കാര്യം കൃത്യമായിട്ട് തന്നെ നമ്മൾക്ക് ഈ വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. ആ കോൺസ്പിറസിയിലേക്ക് പോകുന്നതിന് മുമ്പിലേ തന്നെ ഇപി ജയരാജൻ സ്റ്റുഡൻസ് ഫെഡറേഷനിലൂടെയും KSYF-ലൂടെയും പിന്നീട് പാർട്ടിയിലൂടെയൊക്കെ വളർന്നു വന്ന സമുന്നതനായ ഒരു നേതാവാണ്. ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം, വിശിഷ്യ CPM-നെ സംബന്ധിച്ചിടത്തോളം. ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം LDF-ന്റെ കൺവീനറാണ്. LDF-ന്റെ കൺവീനർ എന്ന് പറയുമ്പോൾ LDF-നകത്ത് ഒരുപാട് പാർട്ടികളുണ്ട്. ആ പാർട്ടികളെല്ലാം കോർഡിനേറ്റ് ചെയ്യുകയും മറ്റാളുകളുമായിട്ടുള്ള ബന്ധം പുലർത്തുകയും ചെയ്യുന്ന ഒരു വളരെ വിപുലമായ പാർട്ടി സെക്രട്ടറിയെ പോലെ വളരെ കൺഫൈൻഡ് ആയിട്ടുള്ള റോളല്ല, കുറച്ചുകൂടി ബ്രോഡർ ആയിട്ടുള്ള റോളാണ് LDF കൺവീനർക്കുള്ളത്. സാധാരണഗതിയിൽ എല്ലാ LDF കൺവീനർമാരും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഇതിന്റെ ഒരു വിധി വൈപരീത്യം എന്ന് പറയട്ടെ, ആരെല്ലാം LDF അല്ലെങ്കിൽ UDF-ന്റെ കൺവീനർമാരെ എടുത്ത് നോക്കിയാൽ തന്നെ ഈ മുന്നണി സംവിധാനത്തിൽ കൺവീനറായിട്ടുള്ള ആളുകൾക്കെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ പല ഘട്ടങ്ങളിലും ആരോപണങ്ങൾ ഒരുപാട് വരും. അവർക്ക് നേരെ വരാൻ സ്വാഭാവികമാണ്. കാര്യം അവരുടെ ഈ വൈഡ് റേഞ്ച് ഓഫ് കണക്ഷൻസ് ആണ്, അവരുടെ അപ്രോച്ചബിലിറ്റി ആണ്. അത്രയൊന്നും അപ്രോച്ചബിലിറ്റി ഒരു പാർട്ടി സെക്രട്ടറിക്ക് ഉണ്ടാവില്ല. അങ്ങനെയൊന്നും അല്ല ശ്രീ ഡോക്ടർ ബി ജയരാജ്. അങ്ങനെ ഈ LDF കൺവീനർ ആയതുകൊണ്ട് അവർക്ക് വൈഡായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ട്, അതുകൊണ്ട് ഏത് സമയത്തും ആരോപണത്തിന് വിധേയമാകാം എന്നൊന്നുമല്ല. ഇവിടെ LDF കൺവീനറായ ഇപി ജയരാജൻ എന്ന് പറയുന്നത് CPM-ന്റെ അംഗമാണ്, CPM-ന്റെ സമുന്നത നേതാവാണ്. സമ്മതിച്ചല്ലോ, താങ്കൾ പറഞ്ഞല്ലോ സമുന്നത നേതാവാണെന്ന്. അങ്ങനെ ഈ സമുന്നത നേതാവാണെന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയുടെ ഘടനയും പാർട്ടിയുടെ തത്വങ്ങളും അനുസരിച്ച് ആർക്കും ഒരു വിടുതൽ നൽകിയിട്ടില്ല. പാർട്ടി എന്താണ് പറയുന്നത് അത് എല്ലാവർക്കും ബാധകമാണ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? കളങ്കിതരുമായിട്ട് പാർട്ടി അംഗങ്ങൾ മാത്രമല്ല, പാർട്ടി അംഗങ്ങളുടെ ബന്ധുക്കൾ പോലും, കുടുംബം പോലും ബന്ധപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. അതാണ് ജാഗ്രത കുറവ്, അതുണ്ടാകാൻ പാടില്ല എന്നാണ്. അപ്പോൾ സമുന്നതനായ നേതാവിനാണ് ഇങ്ങനെയൊരു ജാഗ്രത കുറവ് ഉണ്ടായതെങ്കിൽ അതാണ് ഏറ്റവും പ്രധാനം. പാർട്ടിയിലെ മറ്റു താഴേക്കിടയിലുള്ള അംഗങ്ങൾക്കുള്ള ഉണ്ടാവുന്ന പോലെ അല്ല ഈ ജാഗ്രത കുറവ്. ആ ഒരു സന്ദേശമാണ് CPM നൽകേണ്ടത്. എന്നിട്ട് എന്തുകൊണ്ട് ഇപി ജയരാജനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു? ഇങ്ങനെ ഒരു കളങ്കിതനായ വ്യക്തിയുമായിട്ട്. കളങ്കിതനാണ് ദല്ലാൽ നന്ദകുമാർ എന്ന കാര്യത്തിൽ പാർട്ടിക്ക് സംശയമില്ലല്ലോ. മുഖ്യമന്ത്രി തന്നെ ഉപമിച്ചത് പാപി എന്നാണല്ലോ. അപ്പോൾ കളങ്കിതനാണ് ദല്ലാൽ നന്ദകുമാർ പാർട്ടിയുടെ കണ്ണിൽ. അങ്ങനെയെങ്കിൽ ഈ പാപിയുമായിട്ട് ബന്ധം പുലർത്തിയ LDF കൺവീനർ എന്ന ആ ഒരു സൗമനസ്യം കാട്ടിക്കൊണ്ട് ഇപിക്ക് എങ്ങനെ വിടുതൽ നൽകാൻ കഴിയും? അങ്ങനെ സംഭവിച്ചുകൂടാ. അങ്ങനെയല്ല പാർട്ടി ചെയ്യേണ്ടിയിരുന്നത്. സാധാരണഗതിയിൽ ഈ പാർട്ടി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പാർട്ടിക്കാർ തീരുമാനിക്കും. അങ്ങനെ തീരുമാനിച്ചാൽ പോലെ അത് പൊതുസമൂഹത്തിന് ബോധ്യമാകുന്ന രീതിയിൽ തീരുമാനിക്കണം. പാർട്ടി സംഘടനയിൽ പാർട്ടി എന്താ നടപടി എടുക്കണമെന്ന് പാർട്ടി സെക്രട്ടേറിയറ്റും പാർട്ടി പോളിറ്റ് ബ്യൂറോ ഒക്കെ തീരുമാനിക്കുന്ന കാര്യമാണ്. എനിക്കോ നിങ്ങൾക്കോ അതിനകത്ത് അഭിപ്രായം പറയാമെന്നല്ലാതെ നമുക്ക്. താങ്കൾ പറഞ്ഞു ശരിയാണ്. അത് ഇപി ജയരാജന്റെ ഘടകത്തിലാണ് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടത്. പക്ഷേ ഒരു ജാഗ്രത കുറവിന്റെ കാര്യം പോലും ഇന്നലെ MV ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ നൽകിയില്ല. അതാണ് തെറ്റായ സന്ദേശം എന്ന് പറയുന്നത്. പൂർണ്ണമായിട്ടും ഇപിയെ പിന്തുണയ്ക്കുകയായിരുന്നു. ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ആദ്യമേ തന്നെ ഇതിനകത്ത് ഒരു കോൺസ്പിറസി മണക്കുന്നുണ്ട്. എവിടെ നിന്നാണ്? ആദ്യമേ സ്വപ്ന സുരേഷിനെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട്, അപ്പൊ സ്വപ്ന സുരേഷിനെ ഇലക്ഷൻ ഇറക്കി കഴിഞ്ഞാൽ അത് വിൽക്കില്ല എന്ന് മനസ്സിലായപ്പോൾ നന്ദകുമാർ നേരത്തെ തന്നെ കുറെ സ്റ്റേറ്റ്മെന്റ് നടത്തിയിരുന്നു. അതിനകത്ത് BJP-യുടെ നേതാവായിട്ടുള്ള ശോഭ സുരേന്ദ്രനെതിരെ ഒരു വസ്തു ഇടപാടായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ആരോപണം കൊണ്ടുവന്നു. അതിനുശേഷം പിന്നീട് ശോഭ സുരേന്ദ്രനെ ഒറ്റപ്പെടുത്തി സംസാരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നു. പിന്നീടാണ് ഈ പ്രകാശ് ജാവേദ്കറിനെ കണ്ട ഒരു വിഷയം, ഇപിയുടെ വീട്ടിൽ വെച്ച് കണ്ട ഒരു വിഷയം ഉന്നയിക്കുന്നത്. പിന്നീട് ശോഭ സുരേന്ദ്രനും K. സുധാകരനും കൂടെ ചേർന്നിട്ട് ഒരേ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങുകയും K. സുധാകരൻ പറഞ്ഞു കൊടുക്കുന്നത് പോലെ ശോഭ സുരേന്ദ്രൻ പറയാൻ തുടങ്ങിയതും ഇത് മുഴുവൻ, ഈ കുന്തമന മുഴുവൻ ഇപി അല്ല ഇവിടെ എയിം എന്ന് പറയുന്നത് CM ആണ്. അതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇപി അല്ല ഉന്നം വയ്ക്കുന്നതെന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. ഇത് എങ്ങനെയാണെന്ന് വെച്ചാലും എന്ത് കുറ്റം വന്നാലും ഇത് കൊണ്ടുവന്ന് എത്തേണ്ടുന്നത് ചീഫ് മിനിസ്റ്ററുടെ പേരിലാണ് അല്ലെങ്കിൽ പിണറായി വിജയന്റെ തലയിലാണെന്നുള്ള കാര്യം
എല്ലാ പാർട്ടി ഇത് ആരും അംഗങ്ങൾക്കും തലയിൽ അല്ലെങ്കിൽ വെച്ച് പാർട്ടി കൊടുക്കുന്നതല്ല അനുഭാവികൾക്കും ഡോക്ടർ വളരെ ബി കൃത്യമായിട്ട് ജയരാജൻ. അറിയാം ഇത് ആരും പോയി എങ്ങോട്ടാണ് പിണറായി കുന്തമന വിജയന്റെ തലയിൽ നീങ്ങുന്നത് വെച്ച് എന്നുള്ള കാര്യം. കൊടുക്കുന്ന ഒന്നല്ല. ഈ ദല്ലാൾ എന്ന് പറയുന്നത് ഇവർക്കൊക്കെ ഈ താല്പര്യമുള്ള ദല്ലാൾ ഒരു എന്ന് പറഞ്ഞ വ്യക്തിയാണ്, ഒരാളുടെ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ഇപ്പോൾ വി എസിന്റെ കാലം അനഭിമതനായി തൊട്ടേ മാറി എന്നേ ഉള്ളൂ. ഇ പി ജയരാജന് ഒരിക്കലും ദല്ലാൽ നന്ദകുമാർ അനഭിമതനല്ല, അങ്ങനെ ആവുകയുമില്ല എന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെ ദല്ലാൽ വി തന്നെ ആ എസ് കാര്യം അച്യുതാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, ആയിരുന്നില്ല. വി എസ് ഇതിനെ കണ്ടിട്ടുണ്ട് ഇ പി, പക്ഷേ രാഷ്ട്രീയ ചർച്ച നടത്തിയിട്ടില്ല എന്നാണ് തെളിയിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അല്ലല്ല, പിന്നെന്തിനാണ് ഇന്ന് ജയരാജനേക്കാൾ ആർജവത്തോടുകൂടി വേറെ ഏത് ഇടതു പ്രതിനിധിയെക്കാളും ആവേശത്തോടുകൂടി ഇ പി ഐ സംരക്ഷിച്ചു പിടിക്കാൻ വേണ്ടി ദല്ലാൽ നന്ദകുമാർ ഇറങ്ങി പുറപ്പെടുന്നത്? ഇ പി ജയരാജൻ പറയണ്ടേ ദല്ലാൽ നന്ദകുമാർ പറയുന്ന മുഴുവൻ തെറ്റാണ്, ദല്ലാൽ നന്ദകുമാറുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല, ദല്ലാൽ എന്റെ അഡ്വക്കേറ്റ് ആവേണ്ട കാര്യമില്ല, ഞാൻ അയാൾക്ക് വക്കാലത്ത് കൊടുത്തിട്ടില്ല എന്ന് ഇ പി ജയരാജൻ പറഞ്ഞാൽ തീരാവുന്ന വിഷയമുള്ളൂ. ഇ പി ഒരു വാക്കും ദല്ലാലിനെതിരെ പറയില്ല. ഇ പി ഒന്ന് പറയും, എന്നിട്ട് ഉടൻ തന്നെ അദ്ദേഹം ദല്ലാൽ എന്നുള്ള പേരങ്ങ് മാറ്റും. എന്നിട്ട് അദ്ദേഹം മറ്റു കാര്യങ്ങൾ പറയും. മാധ്യമങ്ങളോട് അദ്ദേഹം പറയും നിങ്ങൾക്ക് വേറെ പണിയില്ലേ എന്ന് ചോദിക്കും. ശോഭയെ കുറെ കുറ്റം പറയും, കെ സുധാകരനെ കുറെ കുറ്റം പറയും. ഇത്രയേ ഇ പി പറയുകയുള്ളൂ. ദല്ലാളിനെ കുറിച്ച് പറയാൻ ഇ പി ജയരാജന്റെ നാവ് പൊങ്ങില്ല. അത് ദല്ലാളിന് പറയാം. അതാണ് ദല്ലാൾ എന്ന് ആത്മവിശ്വാസത്തോടെ പറഞ്ഞത്. എത്ര എടുത്തു മാറ്റിയാലും ആര് വിചാരിച്ചാലും ഇ പിക്ക് ഞാനുമായുള്ള ബന്ധം ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന്. തൽക്കാലം മൊബൈൽ ഫോണിൽ നിന്ന് ബ്ലോക്ക് ചെയ്ത് വെക്കാം ദല്ലാളിനെ. ദല്ലാൾ ഇന്ന് ആത്മവിശ്വാസത്തോട് പറയുന്ന കാര്യമാണ്. ഒരു ദല്ലാൾ വന്നിരുന്ന് വെല്ലുവിളിക്കുകയാണ്. ആരെയാണ്? CPM-നെ. അല്ല ശ്രീ മഞ്ജുഷ്, ദല്ലാൽ നന്ദകുമാർ വളരെ കൃത്യമായി ഇന്ന് പറഞ്ഞല്ലോ, പടച്ചവൻ, പാർട്ടിയല്ല പടച്ചവൻ പറഞ്ഞാലും എന്നെ ബ്ലോക്ക് ചെയ്യാനോ എന്നിൽ നിന്ന് മാറി നിൽക്കാനോ ഇ പിക്ക് പറ്റില്ല. ആ പടച്ചവൻ ആരാണെന്നറിയാമോ? CPM-ന്റെ പടച്ചവൻ അത് പി തന്നെയാണ്. ആ പിയുടെ പേര് പിണറായി വിജയൻ എന്നാണ്. പിണറായി വിജയൻ പറഞ്ഞാൽ പോലും എന്നിൽ നിന്ന് അകന്നു നിൽക്കാൻ ഇ പി ജയരാജന് പറ്റില്ല എന്ന് ദല്ലാൽ നന്ദകുമാർ വെല്ലുവിളിക്കുമ്പോ ആത്മാഭിമാനത്തിന്റെ തരി രക്തത്തിലുണ്ടെങ്കിൽ ഒന്ന് വന്ന് പറയണ്ടേ? ഇത്രയും ദിവസമായി ഇ പി ജയരാജൻ പറയാണ് ഞാൻ കേസ് കൊടുക്കും. എത്ര ദിവസമായി? ഇതുവരെ ശോഭാ സുരേന്ദ്രനെതിരെ കേസ് കൊടുത്തോ? കെ സുധാകരനെതിരെ കേസ് കൊടുത്തോ? ഈ ചാനൽ ചർച്ചകളിൽ മുഴുവൻ ഇ പി ജയരാജനെ വലിഞ്ഞു മുറുകി ഉരിഞ്ഞ് പുറത്തിടുന്ന ഏതെങ്കിലും ഒരു വക്താവിനെതിരെങ്കിലും നിങ്ങൾ 504 പ്രകാരം കേസ് കൊടുക്കണ്ടേ? കേസ് ജയരാജൻ നിയമ നടപടിയിലേക്ക് പോയേക്കാം. ജയരാജൻ അവസാനവും പറഞ്ഞത് തന്നെയാണ്, ഞാൻ പാർട്ടി നിർദ്ദേശപ്രകാരം നിയമ നടപടിയിലേക്ക് പോകാൻ പോകുന്നുവെന്ന്. ഈ ഇദ്ദേഹത്തിൻ്റെ ദല്ലാൽ നന്ദകുമാറിൻ്റെ മൊബൈൽ ഫോൺ നമ്പരും ഇപ്പോൾ ചിലപ്പോൾ ഇ പി ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ ഇതിനൊരു വ്യക്തതക്കുറവില്ലേ? അത് മാത്രമല്ല ഒരു ആത്മാർത്ഥതക്കുറവില്ലേ? ഈ പൊതുസമൂഹത്തിന് മുന്നിൽ എന്തോ കാട്ടിക്കൂട്ടുന്നു എന്ന തോന്നലുണ്ടാക്കുവാനല്ലേ ഇത് ഉപകരിക്കുകയുള്ളൂ? അല്ല, തീർച്ചയായിട്ടും. നോക്കൂ, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവിടെ നടന്നിരിക്കുന്ന ചായ്പേ ചർച്ചയുടെ ഉദ്ദേശം എന്താണ് എന്നതിനെപ്പറ്റി ഇവരാരും തന്നെ വിശദീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ കുറച്ചധികം ചോദ്യങ്ങൾ ഇപ്പോഴും ഇങ്ങനെ എയറിൽ നിൽക്കുകയാണ്. എന്താണ് ജാവദേക്കറും ഇ പിയുടെ മകനും തമ്മിലുള്ള ബന്ധം എന്നതിനെപ്പറ്റി ഇവർ പറയുന്നില്ല. ആ ബന്ധം ഇ പിയുടെ മകനോട് ചോദിച്ചാലും പോരെ? അല്ല, താങ്കൾക്കാകുമ്പോ അതാണല്ലോ സൗകര്യം. അല്ല, താങ്കൾ എത്താൻ മറ്റേ കൂടുതൽ സൗകര്യമുള്ള ഇ പിയുടെ മകനോട് ചോദിച്ചിട്ട് വന്ന് പറഞ്ഞാലും മതി. പയ്യേ പക്ഷെ ഇ പിയോട് ചോദിക്കുമ്പോൾ ഇ പി ഒന്നും പറയുന്നില്ലല്ലോ. താങ്കളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചർച്ചയിൽ പറയാവുന്നതാണെങ്കിൽ പറഞ്ഞോളൂ. അല്ല, താങ്കളുടെ വ്യക്തിപരമായിട്ട് താങ്കൾക്ക് അറിവുള്ള ഒരു കാര്യത്തിനെ പറ്റി സംസാരിക്കാനല്ലല്ലോ ഈ ചർച്ച. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഇ പി ജയരാജനോടും ചിലപ്പോൾ ബന്ധം കാണും, അല്ലെങ്കിൽ ജാവദേക്കറോടും കാണും. അത് പറയാനല്ലല്ലോ ഈ ചർച്ച. ഇ പിക്കില്ലാത്ത, നന്ദകുമാറിനില്ലാത്ത അസ്വസ്ഥത ശ്രീ ജയരാജ് കാണിക്കരുത്. ഒരു ജയരാജന് ഈ അസ്വസ്ഥത കാണിക്കേണ്ട ജയരാജൻ അത് കാണിക്കുന്നില്ല. അപ്പോൾ ഈ ചർച്ചയിൽ വരുന്ന ജയരാജൻ പകരം അത് കാണിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്ന അഭിപ്രായം തൽക്കാലം കേൾക്കൂ. താങ്കൾ പറഞ്ഞ് നമ്മൾ കേട്ടതല്ലേ. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം ഇ പിയും മകനും തമ്മിൽ എന്ത്, അയാളും ഞാനും തമ്മിൽ എന്നൊക്കെ പറയുന്നത് പോലെ തമ്മിൽ എന്ത് എന്നതിനെപ്പറ്റി വളരെ കൃത്യമായിട്ട് ഇവിടെ പറയണം. കാരണം മറ്റുള്ള പല ഇതേപോലെയുള്ള നേതാക്കന്മാരുടെ മക്കളുമായിട്ടുണ്ടായിരുന്ന പല ബന്ധങ്ങളും ഈ രീതിയിൽ തന്നെ ഇന്ന് ഇതിനെപ്പറ്റി സംസാരിക്കാൻ തയ്യാറല്ലാത്ത പല ആൾക്കാരും പരസ്യമായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. പല ഘടകങ്ങളിൽ അതിനെപ്പറ്റി പ്രശ്നം ഉന്നയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിന്ന് എന്തുകൊണ്ടാണ് ഇ പിയുടെ മകന് അല്ലെങ്കിൽ ഇ പിക്ക് ഒരു എക്സെപ്ഷൻ കൊടുക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം. രണ്ട്, ഇങ്ങനെയുള്ള ഒരു കൂടിക്കാഴ്ച അവിടെ നടക്കുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ വെറുതെ റാൻഡമായിട്ട് വഴിയൂടെ പോകുന്ന സമയത്ത് ഒരാളും അങ്ങനെ ചായ കുടിക്കാനായിട്ട് കയറില്ല. അങ്ങനെ കയറുന്നതിന് കോഫി ഷോപ്പ് എന്നാണ് പറയുക. അപ്പോൾ ആക്കുളത്തെ ഫ്ലാറ്റ് ഒരു കോഫി ഷോപ്പ് അല്ല എന്നിരിക്കെ എന്തുകൊണ്ടാണ് ഇ പി റോൾ, എന്താണ് ഇ പിക്ക് ഈ വിഷയത്തിലുള്ള റോൾ എന്നതിനെപ്പറ്റി യാതൊരു വിധത്തിലുള്ള വിശദീകരണവും ഇവിടെ ഇല്ല. ഈ ജാഗ്രതയെപ്പറ്റി മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നു. എന്തുകൊണ്ടാണ് തുടർച്ചയായിട്ട് ഇങ്ങനെ ജാഗ്രത ഇദ്ദേഹത്തിന് ഇല്ലാതെ പോകുന്നത് എന്നുള്ളതിനെപ്പറ്റി ഇവിടെ വിശദീകരണമില്ല. അങ്ങനെ തുടർച്ചയായിട്ട് ജാഗ്രതയില്ലായ്മ കാണിക്കുന്ന ഒരാൾ
അദ്ദേഹത്തിനെതിരെ യാതൊരു വിധത്തിലുള്ള നടപടിയും എടുക്കാതെ അദ്ദേഹത്തിനെ ഇപ്പോഴും LDF കൺവീനർ എന്ന് പറയുന്ന സ്ഥാനത്ത് ഇരുത്തിയിരിക്കുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യം അവിടെ ഇപ്പോഴും ഏറിൽ നിൽക്കുകയാണ്. പാർട്ടി അച്ചടക്ക പ്രകാരം രാഷ്ട്രീയം ചർച്ച ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് പാർട്ടിയെ അറിയിക്കുക എന്നുള്ളത് ഇദ്ദേഹത്തിന് കൂടി ബാധകമായിട്ടുള്ള കാര്യമാണ്. മറ്റാരെക്കാളും അത് അറിയുന്നയാളാണ്, അറിയേണ്ടുന്നയാളാണ് EP ജയരാജൻ. പക്ഷേ അത് എന്തുകൊണ്ട് അദ്ദേഹം പാർട്ടിയോട് പറഞ്ഞില്ല? ഇനി ഇങ്ങനെ രാഷ്ട്രീയം സംസാരിച്ചിട്ടുണ്ട് എങ്കിൽ അത് പാർട്ടിയെ അറിയിക്കാതിരിക്കുന്നത് ഒരു വീഴ്ചയാണ് എന്ന് എന്തുകൊണ്ടാണ് പാർട്ടി കാണാത്തത്? അങ്ങനെ അറിയിക്കേണ്ടതില്ല, അങ്ങനെ പ്രശ്നമില്ല എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? നന്ദകുമാറുമായിട്ടുള്ള ബന്ധം മാത്രമാണ് പ്രശ്നമെങ്കിൽ മറ്റുള്ള ആൾക്കാർക്കും ജാവദേക്കറെ കാണാമോ? അങ്ങനെ കണ്ടതുകൊണ്ട് പ്രശ്നമില്ലേ എന്ന കാര്യത്തിനെ പറ്റി ഇവരാരും പറയുന്നില്ല. പിണറായി വിജയൻ എപ്പോൾ, എന്തിനു വേണ്ടി, എവിടെ വെച്ച് ജാവദേക്കറിനെ കണ്ടു എന്നതിനെ പറ്റി പറയുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നന്ദകുമാർ പറയുന്ന കാര്യത്തിനെ പറ്റിയോ അല്ലെങ്കിൽ മറ്റൊരാൾ പറയുന്ന കാര്യത്തിനെ പറ്റിയോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും പ്രസക്തമായിട്ട് ഈ ഒരു മിസ്റ്ററി സോൾവ് ചെയ്യാൻ ഉതകുന്ന ഉത്തരങ്ങൾ വേണ്ടുന്ന ചില ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾ ഇപ്പോഴും അവിടെ ഇങ്ങനെ ഏറിൽ നിൽക്കുകയാണ്. ഈ ചോദ്യങ്ങളെ ആരും അഡ്രസ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നില്ല. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ട്രസ്റ്റ് വർത്തിയാണോ? നന്ദകുമാർ ട്രസ്റ്റ് വർത്തിയാണോ? EP ജയരാജൻ പറയുന്നത് സത്യമാണോ? ഈ കാര്യങ്ങളെല്ലാം മാത്രമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇവരൊക്കെ രാഷ്ട്രീയക്കാരാണ്, ഇവരെയൊക്കെ നിങ്ങൾക്ക് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ ഈ പറയുന്ന ഇത്രയും പ്രശ്നങ്ങൾ CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ സംവിധാനം അനുസരിച്ച്, അതിൻ്റെ അടിസ്ഥാന ശിലയനുസരിച്ച് ഉത്തരമുണ്ടാകേണ്ടുന്നതല്ലേ? അതെന്തുകൊണ്ടാണ് അവിടെ ഉത്തരമില്ലാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ് പാർട്ടി ഇങ്ങനെ ചർച്ച ചെയ്തതിന് ശേഷവും ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് നമുക്കൊന്നും അഭിപ്രായം പറയേണ്ടതില്ല എന്ന രീതിയിലേക്ക് വരുന്നത്? എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ CPM-ന്റെ ആൾക്കാർ ഇപ്പോഴും ചർച്ചയിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നത്? ശരി, അത് പ്രസക്തമായ ഒരു ചോദ്യമാണ്. അല്ലല്ല, ഇത് ഉത്തരം പറയാൻ പറ്റുന്ന കാര്യമാണ് എങ്കിൽ CPM-ന്റെ നേരിട്ടുള്ള പ്രതിനിധികൾ, സഹയാത്രികരല്ലാതെ CPM-ന്റെ നേതാക്കൾ തന്നെ, AKG സെന്ററിൽ നിന്ന് അയക്കുന്ന ആളുകൾ തന്നെ ചർച്ചയിൽ പങ്കെടുത്ത് അത് പറയാവുന്നതാണ്. എന്തുകൊണ്ട് മാറി നിൽക്കുന്നു എന്നത് ദുരൂഹമാണ് ആ കാര്യം. ഡോക്ടർ B ജയരാജ്, ഇത് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെയല്ലേ? കാരണം ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അങ്ങനെയല്ല, ഇപ്പൊ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടന്ന കാര്യങ്ങൾ എന്താണെന്ന് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഒന്ന് പറയേണ്ടുന്ന കാര്യമൊന്നുമില്ല. അത് പാർട്ടിയിൽ നടന്ന ചർച്ചയാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ ചർച്ചയും കഴിഞ്ഞിട്ട് അതിന്റെ മിനിറ്റ്സ് എടുത്ത് അങ്ങ് പത്രക്കാർക്ക് കൊടുത്താൽ പോലെ ആരെന്താ ആ മിനിറ്റ്സ് ഒക്കെ ആർക്ക് വേണം? CPM-ന്റെ മിനിറ്റ്സ് ആർക്ക് വേണം? അങ്ങനെയല്ല. EP ജയരാജൻ എന്ന് പറയുന്നത് നിസ്സാരക്കാരനായ ഒരു വ്യക്തിയല്ല. ജാവദേക്കറിനെ കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല. EP ജയരാജനെ ജാവദേക്കറെ കുറിച്ച് പറയുന്നുണ്ട്. ജാവദേക്കറെ കുറിച്ച് ആരാണ് പറയാതിരിക്കുന്നത്? ഡോക്ടർ B ജയരാജ്. അങ്ങനെയാണെങ്കിൽ ജാവദേക്കറുമായിട്ട് ചർച്ച നടത്താൻ പാടില്ല എന്നാണല്ലോ താങ്കളുടെ നിലപാട്. അങ്ങനെയാണെങ്കിൽ ജയരാജൻ ചെയ്തത് ശരിയാണോ? അങ്ങനെയല്ല. ഒരു കാര്യം പറയുന്നുണ്ട്, അതിന്റെ രണ്ട് വശങ്ങൾ നമ്മൾ കാണണം. ജാവദേക്കർ വന്നിരുന്നു, എന്തിനും ജാവദേക്കർ വന്നിരുന്നു. എന്താണെന്നറിയോ കാര്യം? നിങ്ങളടക്കം പറയുന്ന ദേശീയ തലത്തിൽ ചാക്കിട്ട് പിടിയുടെ ആശാന്മാരാണ് BJP. അതുകൊണ്ട് നമ്മൾ അവരെ ആ രീതിയിലേ കാണുന്നുള്ളൂ. പക്ഷേ ഏത് BJP ചാക്കിട്ട് പിടിക്കാൻ വന്നാലും ഒരിക്കലും വഴുതി അതിലേക്ക് വീഴാത്തവരാണ് ഞങ്ങൾ. ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണി പോരാളികളാണ് ഞങ്ങൾ എന്ന് നാൾക്ക് നാള് വിളിച്ചു പറയുന്ന നിങ്ങൾ CPM, ആ CPM ഇതിനകത്ത് വീണുപോയി. അതിനകത്ത് യാതൊരു സംശയം വേണ്ട വസന്തേ. അതിനകത്ത് CPM ഇന്ന് ഒരു അണിയെ പോലും കിട്ടത്തില്ല. BJPക്ക് കേരളത്തിൽ നിന്ന് കിട്ടത്തില്ല. പക്ഷെ അവർക്ക് അണികളെയല്ല, കൂടുതലായിട്ടും വേണ്ടത് നേതാക്കളെയാണ് വേണ്ടത്. ശരി, ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്, സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ് നേതാക്കളെയാണ് അവർക്ക് ആവശ്യം. അതാണ് അവർ കോൺസെൻട്രേറ്റ്